വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ശരത് അപ്പാനി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നല്ല വിശേഷം, നല്ല വിശേഷം. സുഖാണ്. സുഖം സുന്ദരം. ഓക്കെ, അപ്പൊ ഇപ്പം എല്ലാവരും ബിഗ് ബോസിന്റെ ചൂടിലാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഷോ ആണ്. പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു ചാനലാണ് ഏഷ്യാനെറ്റ്. തിരുവനന്തപുരം ജില്ലയിൽ പുളിയറക്കോണത്ത് ഏഷ്യൻ സ്റ്റുഡിയോയിൽ ഞാനൊരു സമയത്ത് രാവിലെ ആകുമ്പോൾ, ഇത് സീരിയസ് ആയിട്ട് രാവിലെ ഞാൻ സ്റ്റുഡിയോയുടെ താഴെപ്പോയി നിൽക്കും പുളിയറക്കോണത്ത്. എന്നിട്ട് പലതരത്തിലുള്ള വണ്ടികൾ മേളിലോട്ട് കയറിപ്പോവും. ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർ, കോമഡി എക്സ്പ്രസ്, അങ്ങനെയുള്ള പല പല പരിപാടികൾ നടക്കുന്നത് പുളിയറക്കോണത്താണ്. ഇന്നാണ് ഇതെല്ലാം എറണാകുളത്തോട്ട് മാറിയത്. ഇന്ന് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 12 കിലോമീറ്ററുള്ള ഏഷ്യൻ സ്റ്റുഡിയോ. അപ്പം ഞാൻ രാവിലെ അവിടെ നിൽക്കും. എന്നിട്ട് സെക്യൂരിറ്റിക്കാരനെ പതുക്കെ കമ്പനിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള സെക്യൂരിറ്റിക്കാരനാണ്, പുള്ളിയായിട്ട് ചെറിയ കമ്പനിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഈ പുതിയ വണ്ടികൾ കയറിപ്പോവും മേളിലോട്ട്, സ്റ്റുഡിയോയിലേക്ക് വണ്ടികൾ കയറി പോകുമ്പോൾ ഞാൻ വണ്ടിയുടെ പുറകെ ഓടും. കാരണം ആ വണ്ടിക്കകത്ത് 1-2 സുഹൃത്തുക്കൾ ഉണ്ടാവും, പുറത്ത് പരിചയമുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മുടെ കുട്ടി അഖില്, നോബി ചേട്ടൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെ അറിയാം. അപ്പോൾ ഇവരുടെയൊക്കെ സ്കിറ്റുകളിലും ഇവരൊക്കെ ചെയ്യുന്ന TV ഷോകളിലൊക്കെ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോവുക എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ജോലി. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററൊക്കെ എനിക്ക് പരിചയമുണ്ട് അന്നേ. അപ്പോൾ അവർ വഴിയൊക്കെ ചെറിയ 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 സ്കിറ്റുകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ഒരു ഏഷ്യാനെറ്റിലൂടെ ആയിരിക്കും ഒരുപക്ഷെ മിനി സ്ക്രീനിൽ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് എത്രവർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ സിനിമയിലൊക്കെ എത്തിയതിന് ശേഷം കുറേ ട്രോളുകളും കുറേ വീഡിയോകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഇയാളെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് റൗണ്ടൊക്കെ ഇട്ടിട്ട് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ചാനലിൽ വീണ്ടും ഞാൻ കുറേ നാൾക്ക് ശേഷം സിനിമയിലേക്ക് എത്തിയതിന് ശേഷം എന്നെ അതേ ഷോയിൽ എന്നെ ജഡ്ജായിട്ട് വിളിച്ചു. ഇപ്പോഴും ആ ചാനലുമായിട്ട് അത്ര ഒരു ബന്ധം എനിക്ക് ഉണ്ട്. അപ്പൊ ആ ചാനലിലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഷോ നടക്കുന്നത്. ബിഗ് ബോസ് കാണാറുണ്ട് റെഗുലർ ആയിട്ടൊന്നല്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. വൈഫ് അതിന്റെ വലിയൊരു ആരാധികയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ ചേട്ടനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ചോദിച്ചാൽ ആരായിരിക്കും പറയാ? എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ സർവൈവലുകൾ നടത്തി അവരവരുടെ അനുഭവങ്ങൾ കൂടി മികവറ്റ ആൾക്കാർ തന്നെയാണ് എല്ലാവരും. എടുത്തു പറയാനായിട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആൾക്കാരെ പല കുടുംബത്തിൽ നിന്ന് പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരെല്ലാവരും അവിടെ വന്നിട്ട് അവരെ ഓരോ ഡേയ്സ് സർവൈവൽ ചെയ്യുകയാണ്. വെച്ച് നോക്കുമ്പോൾ ആരും മോശക്കാരല്ല. എല്ലാവരും അവരവരുടെ സ്പേസിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. വിന്നർ അടിച്ചു എന്ന് കരുതി അവൻ വിന്നർ ആവണമെന്നില്ല, കപ്പ് എടുത്തു എന്ന് കരുതി വിന്നർ ആവണമെന്നില്ലല്ലോ. അതിലൊരു 5 ദിവസമെങ്കിൽ 5 ദിവസം, 10 ദിവസമെങ്കിൽ 10 ദിവസം. നമ്മൾ നിൽക്കുന്ന രീതി എങ്ങനെയാണ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം ഒരുപാട് ബിഗ് ബോസ് സീസൺസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ലൈക്ക് ഇയാളുടെ ഗെയിം കൊള്ളാം എന്നൊക്കെ നമ്മളിപ്പം ഒരുപാട് സ്ട്രാറ്റജീസ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ഈ ഒരു ഇത് കൊള്ളാലോ അങ്ങനെയെങ്കിലും തോന്നിയിട്ടുണ്ടാവൂലേ? വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് അഖിൽ മാരാർ വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. കാര്യം അദ്ദേഹത്തിന് ആ ഷോ എന്താണ് കുറിച്ച് വ്യക്തമായിട്ട് അറിയായിരുന്നു. സാബു ചേട്ടൻ, ഒരുപാട് പേര്, ഒരു പേരെടുത്ത് ഞാൻ പറയാനൊന്നുമില്ല, എല്ലാവരും എൻ്റെ അടുത്തറിയാവുന്നുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പേരെടുത്ത് എനിക്ക് പറയാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായിട്ട് വരും. അങ്ങനെ പറയണ്ട. എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും നല്ലതുപോലെ തന്നെ ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഗുഡാണ്. ആരെയും ഒരാളെയും നമുക്കങ്ങനെ താഴ്ത്തി കാണണ്ട. ഇപ്പൊ ചേട്ടൻ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ചേട്ടൻ്റെ ഒരു ഗെയിം എങ്ങനെയായിരിക്കും? പിടുത്തം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കറിയില്ല, അതിനൊരു ഉത്തരവില്ല. കാര്യം ഞാൻ അങ്ങനെ ഒരു പ്ലാൻഡ് അല്ല, ഒന്നിൻ്റെ കാര്യത്തിലും ഒരു പ്ലാൻഡ് അല്ല. കുറേ നാൾ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയിലൊക്കെ എത്തി എൻ്റെ സിനിമകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായി. ഞാൻ ഇനി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഒരു പക്ഷെ അങ്ങനെ പോകും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നിൽക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാനുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇല്ല, വർക്കായില്ല. അങ്ങനെ പ്ലാനുകൾ വെച്ചിട്ടുള്ള ലൈഫിലോട്ട് എനിക്ക് പോകണ്ട ആണ്. കാരണം ഇതുവരെയും ഞാൻ പ്ലാൻ ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. അപ്പം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്ലാനുകളൊന്നും ഞാൻ ഒന്നിട്ടില്ല. എനിക്ക് കിട്ടുന്നൊരു ഏരിയ നന്നായിട്ട് നിൽക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അതിന് ഏത് അവസ്ഥയിലാണെങ്കിൽ കൂടി അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മിടുക്കനാണ്. സിനിമയിൽ കാണുന്ന അപ്പാനി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും ചേട്ടൻ ജീവിതത്തിൽ എങ്ങനെയാണ്? ശരിക്കും ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. എന്നാലും അവരൊക്കെ എന്താ പറയാറ്? ഒരു സാധുവാണെന്നാണോ, അതേ ഒരു ദേഷ്യക്കാരനാണെന്നാണോ, എങ്ങനെ പറയാറ്? പൊതുവെ ദേഷ്യക്കാരനാണെന്ന് ആരും പറയാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം
ഒരു അനുഭവിക്കുന്ന അടുത്ത മനുഷ്യനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമയുള്ള ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തില്ല, ഇവിടം വരെയും പോലും ഞാൻ എത്തില്ല. കാര്യം എൻ്റെ എന്താ പറയണ്ടേ, അത്ര സുഖകരമായിട്ടുള്ള ജീവിതം ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പം സിനിമയിലൊക്കെ എത്തി 8 കൊല്ലമൊക്കെ ആയെന്ന് പറഞ്ഞാൽ പോലും അത്ര അങ്ങനെ വലിയ ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖകരമായ ജീവിതമൊന്നും ആയിരുന്നില്ല. വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് വന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കിടന്ന് നെട്ടോട്ട് ഓടുന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോവുക, എൻ്റെ ഫാമിലി എല്ലാവരും സേഫായിട്ട് നോക്കുക, ജീവിതം നല്ല രീതിക്ക് മെച്ചപ്പെടുത്തി നോക്കുക. കാര്യം എനിക്ക് എൻ്റെ പുറകിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ സഹായിക്കാനോ ആരുമില്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞാലും എനിക്കൊരു കുറച്ച് തന്നിട്ട് സഹായിക്കാനോ അങ്ങനെയൊന്നും ആരും ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, വേറെ അങ്ങനെ ആരും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും ഞാനേ ഉള്ളൂ. മനസ്സിലായി, എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ പെങ്ങൾക്കാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഞാനേ ഉള്ളൂ. അപ്പം അങ്ങനെ നിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അന്വേഷിച്ചാൽ ഞാൻ ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് തരം സ്ഥലത്ത് നിന്ന് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പും സിനിമയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെയൊന്നും തോറ്റു കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ നിന്നേ പറ്റും, ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഞാൻ നിന്നേ പറ്റും, എനിക്ക് നല്ല രീതിക്ക് നിന്നേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ക്ഷമയുള്ളൊരു മനുഷ്യനാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും, എൻ്റെ ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവങ്ങളെല്ലാം ഇപ്പോഴും ഭയങ്കര വലിയതാണ്, വളരെ വലിയ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു കുഴപ്പക്കാരനാണെന്ന് ഇത്ര സമയം സംസാരിച്ചിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. സിനിമയിലെ കഥാപാത്രങ്ങൾ ഒരു പക്ഷേ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളായിരിക്കും, അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെയല്ല. എല്ലാം അനുഭവിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കി എല്ലാം തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്, തിരിച്ചറിവെന്നൊരു സാധനം ഉണ്ട്. നമ്മൾ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി സിനിമകൾ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ആ സിനിമയുടെ എണ്ണം കുറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെയും ഒരു നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഇഷ്ടം കൊണ്ടോ ആരുടെയൊക്കെ താല്പര്യം കൊണ്ടൊന്നും അല്ലാതെ, അത് നമ്മുടെ മാത്രമുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, പിന്നെ 2 കൊല്ലം കോവിഡ് കൊണ്ടുപോയി, നമ്മുടെ അവസരങ്ങൾ അതിലൂടെ കുറേ നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും എൻ്റെ സിനിമ തിയേറ്ററിലുണ്ട്. ഒരു വർഷം പോലും കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ ഒരു വർഷം പോയി ആ കോവിഡ് സമയത്തൊന്നും അല്ലാതെ ഒരു വർഷം കൂടി പോലും എന്നെ ആരും സ്ക്രീനിൽ കാണാതിരിക്കുന്നില്ല. 1 or 2 സിനിമകൾ എല്ലാ വർഷവും തിയേറ്ററിൽ ഉണ്ടാവും. അഭിനയിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്, കല കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്.